ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തെക്കെടുത്ത് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നെത്തൽമീൻ പുളിയില വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോവാം. അതിന് വേണ്ടിയിട്ട് നെത്തൽമീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നാക്കി തേച്ച് കഴുകിയെടുക്കാം. ഒരു ചട്ടി കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നന്നാക്കി എടുക്കാം. മീനൊക്കെ നമ്മൾ തേച്ച് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം. 2-3 പച്ചമുളക്, ചുവന്നുള്ളി ഒരു 3-4 എടുത്തു. അതിന് കറിവേപ്പില, നമ്മൾ കുടംപുളീൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇലയിൽ വെച്ച് ചൂടുന്നതായതുകൊണ്ട് കുടംപുളീൻ്റെ ഇലയോ വാളംപുളീൻ്റെ ഇലയോ പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ലതാണ്. കുടംപുളി ഇടുമ്പോൾ അത് വെള്ളം ഒഴിച്ച്, നമ്മൾ പീരയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളം ഒഴിച്ച് ചട്ടി വയ്ക്കുമ്പോൾ കുടംപുളി ഇടാം. ഇതിപ്പോൾ ചുട്ടെടുക്കുന്നതുകൊണ്ട് കുടംപുളി ചേർത്താൽ എല്ലായിടത്തും പുളി പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുടംപുളീൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി, മുളക്, ഉള്ളിയൊക്കെ നമുക്കിനി നന്നാക്കി എടുക്കാം. ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും പുളിയിലയും കറിവേപ്പിലയും എല്ലാം ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടിയെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. ചിരണ്ടിക്കൊണ്ടുവരാം. തേങ്ങ ചിരണ്ടി എടുത്തു. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, പുളീൻ്റെ ഇല, കറിവേപ്പില ഇല, ഉള്ളി എല്ലാം കൂടി അരച്ചെടുക്കാം. എല്ലാം കൂടി ഒരു മിക്സീൻ്റെ ജാറയിലേക്ക് ഇട്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പുളീൻ്റെ ഇലയും മുളകും ഉള്ളിയും എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ അരിഞ്ഞു പോണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. തേങ്ങ എല്ലാം ഒതുക്കിയെടുത്തു. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് കഴുകി വൃത്തിയാക്കി വെച്ച മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മീനൊക്കെ നന്നായി അരപ്പൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു വാഴയില എടുക്കാം നമുക്ക്. മീൻ പീര ചുടാനായിട്ട് നമ്മളൊരു പാൻ എടുത്തു. അതിലേക്ക് നമുക്ക് 2 ഇല വെച്ച് കൊടുക്കാം. മീൻ അടിയിൽ പിടിക്കാതിരിക്കാനാണ് 2 ഇല വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മീൻ വെക്കാനായിട്ട് ഒരു ഇല വാട്ടിയെടുക്കാം. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ പീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇല ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെച്ച് അതിൻ്റെ മുകളിലൊരു ഇല വെച്ച് കൊടുക്കുക. നമുക്കൊരു മൂടി വെച്ച് മൂടി കൊടുക്കാം. നമ്മളിന്ന് വിറകടുപ്പിലാണ് മീൻ ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് വേറൊരു ഇല വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ അടുപ്പ്. ഈ അടുപ്പിൽ തീ കത്തിച്ച് കൊടുത്താൽ കനലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കത്തിക്കേണ്ട കാര്യമില്ല. നല്ല ചൂടായിരിക്കും. മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അടുത്ത വശം കൂടി വേവിച്ചെടുക്കുക. അതിനുവേണ്ടി മൂടി വെച്ചു. മീനൊക്കെ നമ്മുടെ കനലിലിരുന്ന് നന്നായി വെന്തിട്ടുണ്ടാകും. നമുക്ക് മൂടി തുറന്ന് കൊടുക്കാം. കനലുണ്ടെങ്കിൽ പിന്നെ അധികം തീ കത്തിച്ച് കൊടുക്കേണ്ടതില്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് തുറന്ന് നോക്കാം.
നമുക്കിനി ഇത് തുറന്നു നോക്കാം. അങ്ങനെ ഇലയിൽ വെച്ച് ചുട്ട മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട്